ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, സമർപ്പിതര്, സെമിനാരി വിദ്യാർത്ഥികള്, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്നവര്, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കേട്ടോ, പ്രായമുള്ളവരെ, വലിയ ചെറിയ ഫുള്ള് ഹാഫ് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ വന്ദനം കേട്ടോ. ഹല്ലേലൂയ. സുഖമായിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്കിത് അട്ടപ്പാടി എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ അട്ടപ്പാടി എന്തുമാത്രം ഒരു അനുഗ്രഹമുള്ള സ്ഥലമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. സഖിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ തുടക്കം അട്ടപ്പാടിയില് അല്ലേ? അതേപോലെ തന്നെ പിന്നെ പ്രീച്ചേഴ്സ് ഡിവൈൻ മേഴ്സിയുടെ തുടക്കം, അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ തുടക്കം, AFCMന്റെ തുടക്കം, എല്ലാത്തിന്റെ ഒരു ഹോം ലാൻഡ്, മദർ ലാൻഡ്. അതുകൊണ്ടാണ് നമ്മുടെ PDMന്റെയും AFCMന്റെയും ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ AFCMന്റെ ഒക്കെ ഒരു മദർ ഹൗസ് അട്ടപ്പാടിയിലായിരിക്കുന്നതിന് കാരണം ഇതാണ് കേട്ടോ. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞെന്നുള്ളൂ, വിശേഷമൊക്കെ പറയണ്ടേ. പിന്നെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നന്മകളും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് പ്രീച്ചേഴ്സ് ഡിവൈൻ മേഴ്സിയുടെയും അതേപോലെ തന്നെ AFCMന്റെ ഉപകാരികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഉപകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായി AFCM ശരിക്കും പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും പല വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ വഴി, പ്രാർത്ഥന വഴി, ഫിനാൻഷ്യൽ പലതരത്തിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനെ പലതരത്തിൽ സഹായിക്കുന്ന പല വ്യക്തികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥന ഇതിനു വേണ്ടി നടത്തുന്നവര്, ഈ സെന്ററുകളിലെല്ലാം വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, വന്ന് ശുശ്രൂഷ ചെയ്തു പോകുന്നവര്, അല്ലെങ്കിൽ സ്ഥലം ദാനമായിട്ട് നൽകിയിരിക്കുന്നവര്, അതുപോലെ തന്നെ സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദശാംശം തരുന്നവര്, അങ്ങനെയുള്ള എല്ലാ ഗണത്തിൽപ്പെടുന്നവരാണ് ഉപകാരികൾ. ക്ലിയർ ആയല്ലോ? ഇതെന്തിനാ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ കണ്ടാണ്. ഒന്ന്, പലർക്കും ഇതെന്താ ഇത് പരിപാടി എന്ന് അറിയത്തില്ല, അപ്പൊ ആദ്യമായിട്ട് നോക്കുക, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ട്, ഇതെന്താന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഉപകാരികളോട് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു നന്മ പറഞ്ഞെന്ന് ചൊല്ലി ഇതിന്റെ എല്ലാ ഉപകാരികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിന്റെ 24-ാം തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയ സിറാഖ് ചാപ്റ്റർ 30:24. തലക്കെട്ട് ഇങ്ങനെയാണ്: അറിഞ്ഞോണ്ടാണോ ഇങ്ങനെയൊക്കെ എന്നുള്ള ഒരു ചോദ്യത്തെ കൊണ്ടങ്ങ് നിർത്തിയിരിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ: അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു, ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. നല്ല വചനമാണ്. ഹല്ലേലൂയ. അതാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചോദിക്കും, നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണോ ഇത് എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. കാരണം എന്താ, അത് അറിയാതെ ചെയ്തതാണ് എന്നൊരു നമ്മളൊരു അങ്ങനെ നമ്മൾ സംശയം അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ എന്റെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചാണ് സഹോദരങ്ങളെ, അറിഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ. ബൈബിളിലെ വചനങ്ങൾക്ക് വ്യത്യാസമില്ല. അസൂയ തുടങ്ങിയാൽ, കോപം വന്നാൽ അത് ജീവിതത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കും. ജീവിതത്തെ വെട്ടിച്ചുരുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആയുസ് കുറഞ്ഞു പോകും എന്ന് തന്നെ അർത്ഥത്തിൽ എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ വന്ന് ടെൻഷൻ വന്ന് മനസ്സ് മാറി, മനസ്സ്, ശരീരം, ആത്മാവ് ഇതൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ ബാധിക്കാം അല്ലെ? അതേപോലെ തന്നെ ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തും. അപ്പോൾ അല്ലെ, ഉത്കണ്ഠ നമ്മുടെ മനസ്സെപ്പോഴും ഒരു ഉന്മേഷത്തോടെ സന്തോഷത്തോടെയൊക്കെ ആയിരിക്കണം. ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ട് ഉത്കണ്ഠ കൊണ്ട് എന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ഈശോ ചോദിക്കുക അല്ലേ? ദൈവപരിപാലന ആസനത്തെക്കുറിച്ച് പറയുന്നതിനിപ്പോൾ. അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് ദൈവത്തിലുള്ള ശരണവും ദൈവത്തിലുള്ള വിശ്വാസവും പറയുമ്പോഴാണ്. ആത്യന്തികമായിട്ട് ഞാൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത രൂഢമൂലമാകാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് ഈ കുസ്തി പിടിക്കുന്ന, ടെൻഷൻ പിടിക്കുന്ന, കോപിക്കുന്ന, അസൂയ, അവനെങ്ങനെ കിട്ടി, ഇവനെങ്ങനെ കിട്ടി, എനിക്കില്ല, എനിക്കങ്ങനെ, അവരെ ആരെന്ന് പറയുന്നത് അല്ലേ? ആഫ്റ്റർ ഓൾ ഇതിനൊക്കെ ശേഷം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അവസാനം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതും പോയി. ഇവിടെ ഗുസ്തി കൂടി, ഇവിടെയും കിട്ടിയില്ല, ആ ഗുസ്തി കൊണ്ട് സ്വർഗത്തിലേയും പോയി. ഇപ്പോൾ തീർന്നില്ല. സത്യത്തിൽ എന്തൊരു കഷ്ടമാണ് എന്റെ സഹോദരൻ. നമ്മൾ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടു, ഓക്കെ, നമുക്കിപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജീവിതത്തെ ജീവിച്ചു പോകാനുള്ളതൊക്കെ ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ തരും. നമ്മളിപ്പോൾ അതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ നോക്കിയപ്പോൾ വലിയ ബുദ്ധിമുട്ടാവും അല്ലേ? ചിന്തിച്ചു നോക്കി, എന്തിനാ വെറുതെ ജീവിതത്തെ ഇങ്ങനെ? ആകെ ഒരു ഹ്രസ്വ സമയമുള്ളൂ. അതല്ല, ദൈവത്തിൽ ആനന്ദിച്ച് സഹോദരങ്ങളെ സ്നേഹത്തെ ജീവിക്കേണ്ട ജീവിതമല്ലേ? സോ വിട്ടുപിടിക്കുക. നമ്മൾ പറയാം, എന്റെ കൊച്ചെ നീ ഒന്ന് വിട്ടുപിടിക്കും, മിണ്ടാണ്ടിരിക്കുന്നു, ഇതൊക്കെ കുറച്ച് വിട്ടുപിടിക്കുക, ഫ്രീ ആകും. ഓക്കെ, താങ്ക് യു കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നന്നായി സ്തുതിക്കാവോ? ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലുയ, ഹാലേലുയ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ കൃപ നൽകുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈ വചനം ഞങ്ങൾക്ക് നല്ലൊരു ബലം തരട്ടെ കർത്താവെ. കുറെ കാര്യങ്ങൾ ഈശോയെ പ്രതി വിട്ടുപിടിക്കാനൊരു അഭിഷേകം ഈശോയുടെ നാമത്തിൽ നിറയട്ടെ കർത്താവെ. ഉത്കണ്ഠ, അസൂയ, കോപം, ഈ മേഖലയിൽ ക്ലേശിക്കുന്ന പരമേൽപ്പി ആശീർവാദം കൊടുക്കുമ്പോൾ ഈശോയുടെ കരം പതിഞ്ഞ് പൈശാചിക ശക്തിയിൽ വിട്ടുപോയി ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും ശരണവും വിശ്വാസവും ശക്തമായി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് പ്രത്യേകിച്ച് PDMന്റെ SJMന്റെ എല്ലാ ഉപകാരികളും പ്രത്യേകം ഓർക്കാണ് കർത്താവ്. ഉപകാരികളായിരുന്നവരിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് സ്വർഗത്തിലെത്തിയിരിക്കൊണ്ടുള്ളവരിൽ കൂടുതൽ പ്രകാശം നിറയട്ടെ എന്ന് ആശീർവദിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യാണ്. കർത്താവെ SJMനും PDMനും ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഫിനാൻഷ്യൽ ഹെൽപ്പ് മറ്റെന്തെങ്കിലും ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. അവരുടെ പാപകടങ്ങൾ മായിച്ചു കളയണമേ. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് നേരിട്ട് ഇടപെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.